ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സമ്മർ ഡ്രസ്സാണ്. മിഡി ഡ്രസ്സായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. ലൈനായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ 2.5 മീറ്റർ റയോണിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ കേട്ടോ, നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതേ 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ 4 മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചാൽ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യണം. കാരണം നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല ഷോൾഡറൊന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ 4 മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു ടോപ്പ് ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, പിന്നെ ആം ഹോളിൻ്റെ ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് മാത്രമേ നമ്മൾ ഈ ഒരു ടോപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, നെക്ക് തുടങ്ങുന്ന അവിടെയും കറക്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ ഈ ഒരു പോയിൻ്റ്, ഇപ്പോൾ വീട്ടിൽ കാണിക്കുന്ന ആ ഒരു പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് മാത്രം മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ടോപ്പ് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് സ്ലീവിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 5.5 ഇഞ്ചാണ്, 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ഡൗൺ വിഡ്ത്തായിട്ട്, സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്താ വെച്ചാൽ നമ്മുടെ ആം ഹോളിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ വരും ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 8 ഇഞ്ചാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആം ഹോളിൻ്റെ കുറച്ച് താഴത്തോട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് വരാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 14 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. ലെങ്ത്തായിട്ട് 14 ഇഞ്ചാണ് എടുക്കുന്നത്. അതൊന്ന് നീട്ടി വരയ്ക്കുവാണ്. എന്നിട്ട് നമുക്ക് ടോപ്പിൻ്റെ താഴത്തെ പോർഷൻ, വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്തായിട്ട് 4 ഇഞ്ചും അതേപോലെ താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 5.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ വി നെക്കാട്ടോ ചെയ്യുന്നത്. വി ആയിട്ടുള്ള നെക്കാണ് ചെയ്തത്. അതിപ്പോൾ ട്രെൻഡായിട്ട് വരുന്നത്. അപ്പോൾ വി നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നെക്കിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്ലീവിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും ബോഡീൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും താഴെ നമ്മളൊരു 1 ഇഞ്ചോളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. തയ്യൽ തുമ്പ് മാറ്റിയിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ബാക്കിയുള്ള ക്ലോത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ടോപ്പ് പോർഷനിൽ മാർക്ക് അതേപോലെ തന്നെ. ഇനി വിഡ്ത്തായിട്ട് നമ്മൾ ടോപ്പ് പോർഷനിൽ ചെയ്ത് അതേപോലെ തന്നെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പ് പോർഷനിൽ നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ വേസ്റ്റിൻ്റെ അവിടെയും 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെങ്ത് ആയിട്ട് 32 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ താഴെ ഡൗൺ വിഡ്ത്തായിട്ട് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് മേലെ 10 ഇഞ്ച് മാർക്കില്ല, അങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുകയാണ്. ഇനി അടിവശത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിടുക. കാരണം നമുക്ക് ഡബിൾ ഫോൾഡൊക്കെ ചെയ്ത് തയ്ക്കേണ്ടതാണ്. പിന്നെ സൈഡിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചേ വിടുന്നുള്ളൂ. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ഓൾറെഡി നമ്മളൊരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബോട്ടം പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ടോപ്പിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നല്ല നീളം കൂടിയിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്.
അതിനതേ ഇങ്ങനെ ഒന്ന് മടക്കുക, ഒന്നുകൂടെ നോക്കുക. അങ്ങനെ 4 ആക്കി മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ നെക്കിൻ്റെ ആ പോർഷത്തെ ഇങ്ങനെ എടുത്ത് ഈ ക്ലോത്തിൻ്റെ മേലെ ഒന്ന് വെക്കുക. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. എന്നിട്ടിതേ നേരെ ഒന്ന് നെക്ക് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേ ഷേപ്പിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആ നെക്കിൻ്റെ അതേപോലത്തെ ഷേപ്പാണ് കിട്ടുക കേട്ടോ, ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ. ഇനി നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കാം. അതിൻ്റെ മേലെ ഈ ഒരു പോർഷൻ വെച്ച് കൊടുക്കുക, നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് ഈ ക്ലോത്ത്. എന്നിട്ട് നെക്ക് ലൈനിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നെക്ക് ലൈൻ കട്ട് ചെയ്തത്, കറക്റ്റ് 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ വി വരുന്ന അവിടെ ആ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. കാരണം വി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കട്ടിങ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ എക്സ്ട്രാ വെച്ച് ഈ ഒരു ക്ലോത്ത് പുറത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചില നല്ല വശത്തുനിന്ന് അപ്പുറത്തെ വശത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഉള്ളോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ലൈന് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നെക്ക് ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തു. ഇനി എക്സ്ട്രാ വെച്ച ഈ ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു, ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ലീവ്സും ഇതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സ്ലീവ് ഒരേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ പോർഷനും ബോട്ടത്തിൻ്റെ പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം, അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ടോപ്പിൻ്റെ നല്ല വശം ബോട്ടത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അവിടെയും അതേപോലെ ബോട്ടത്തിൻ്റെ അവിടെയും 1 ഇഞ്ച് വിട്ടുണ്ടാകുന്നു വേസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ അതേ ആ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അതിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എഡ്ജിലൂടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, കാരണം നമുക്ക് ഇലാസ്റ്റിക് കൂടെ ഇടാനുള്ളതാണ്. അപ്പോൾ എഡ്ജിലൂടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ബോട്ടവും ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തു, അതേപോലെ 1 ഇഞ്ച് അതുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടത്തെ ഇങ്ങനെ വെക്കുക, ബോട്ടും ടോപ്പും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ടോപ്പിൻ്റെ പോർഷനിലോട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അത് മേലോട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് എഡ്ജിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുക്കുക. കാരണം ടോപ്പായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷനായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു ചെറിയൊരു ട്യൂബ് പോലെയാണ് ഉണ്ടാവുക. നമുക്കിതിലൂടെയാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അടിവശം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇതേപോലെ തന്നെ അപ്പുറത്തെ വശം കൂടെ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ 2 വശം നമ്മൾ ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റിൽ ചുറ്റിയിട്ടാണ് ഇലാസ്റ്റിക് എടുത്തത്. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ടല്ല, നോർമലായിട്ട് ചുറ്റിയിട്ട് എടുത്തത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇതിന് 2 പീസ് ആക്കുന്നുണ്ട്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 വശത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് 2 വശത്തും ഇലാസ്റ്റിക് ഇട്ട് ബാക്കിലും ഫ്രണ്ടിലും ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 വശം അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ബോട്ടത്തിൻ്റെ അടിവശം വരെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടെടുത്തത്. സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ചൂട് കൂടുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.